മാസ്റ്റർക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാവികസേനയുടെ അഭിമാനമായി മാറിയിരിക്കുന്ന പുതിയ വിമാനവാഹിനി പടക്കപ്പൽ INS വിക്രാന്തിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 1971 ബംഗാൾ ഉൾക്കടലിൽ പാക് മുന്നേറ്റം ചേർത്ത് ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായി മാറിയ വിമാനവാഹിനി പടക്കപ്പൽ INS വിക്രാന്തിൻ്റെ പുനർജന്മമാണ് IAC-1 എന്ന INS വിക്രാന്ത്. ആദ്യ വിക്രാന്തിനെ കമ്മീഷൻ ചെയ്യുമ്പോൾ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചൊരു വിമാനവാഹിനി കപ്പൽ എന്ന സ്വപ്നം രാജ്യം മുൻകൂട്ടി കണ്ടിരുന്നു. നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായിരുന്നു പഴയ വിക്രാന്തെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ തന്നെ നിർമ്മിക്കുന്ന ആദ്യ വിമാനവാഹിനി കപ്പൽ എന്ന പ്രത്യേകതയാണ് പുതിയ വിക്രാന്തിനുള്ളത്. രാജ്യത്ത് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കപ്പലെന്ന സവിശേഷതയും പുതിയ വിക്രാന്തിന് സ്വന്തം. 20,000 കോടി രൂപയിലേറെ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കപ്പൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ വജ്ര ജൂബിലി ആഘോഷ വർഷത്തിൽ തന്നെ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. കൊച്ചിയിലെത്തിയ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കപ്പലിൻ്റെ നിർമ്മാണ പുരോഗതിയിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു. ആത്മനിർഭർ ഭാഗമായി പദ്ധതി എന്ന നിലയിൽ രൂപകൽപ്പന മുതൽ നിർമ്മാണത്തിൻ്റെ 75% ഇന്ത്യയിലാണെന്നുള്ളതിൽ ഏവർക്കും അഭിമാനിക്കാം. കപ്പൽ നിർമ്മാണത്തിനുള്ള ഉരുക്ക് ഉൽപ്പാദിപ്പിച്ചതും ഇന്ത്യയിൽ തന്നെ. കോവിഡ് കാലം കാര്യമായി ബാധിക്കാതെ നിർമ്മാണം പൂർത്തിയാക്കിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊച്ചി കപ്പൽ നിർമ്മാണശാലയ്ക്കാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ആലോചനകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമാണ് തദ്ദേശീയമായി വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുക എന്ന ആശയം പ്രായോഗിക തലത്തിലെത്തുന്നത്. സ്വന്തമായി വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ ഇന്ത്യ ആലോചന തുടങ്ങിയത് 1960കളിലാണ്. 2002 പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകുന്നത്. പഴയ വിക്രാന്തിനെ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ പുതിയ കപ്പൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ ആണ് കപ്പലിന് രൂപകൽപ്പന നിർവഹിച്ചത്. 2009 ഫെബ്രുവരിയിൽ കപ്പലിന് കീലിട്ടു. ഡ്രൈ ഡോക്കിൽ നിന്ന് കപ്പൽ നീറ്റിലിറക്കിയത് 2013. 2020 നവംബറിൽ ബേസിക് ട്രയലുകൾ പൂർത്തിയാക്കി. ഇന്ത്യയിൽ ഇതുവരെ 7,500 ടൺ മുതൽ 8,000 ടൺ വരെ ഭാരമുള്ള യുദ്ധക്കപ്പലുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. INS വിക്രാന്തിൻ്റെ ഭാരം പക്ഷേ 40,000 ടൺ വരും. 4 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പം ആണ് ഇത്. 261 മീറ്റർ നീളവും 63 മീറ്റർ വീതിയും ഇതിനുണ്ട്. കീലിൽ നിന്നുള്ള ഉയരം 37.5 മീറ്ററാണ്. വാർത്താവിനിമയത്തിനും വൈദ്യുതിക്കും ദിശാനിർണയത്തിനും നിയന്ത്രണത്തിനും വേണ്ടിവരുന്ന കേബിളുകളുടെ നീളം 1,500 കിലോമീറ്റർ ആണ്. MiG-29 വിഭാഗത്തിൽപ്പെട്ട 20 യുദ്ധവിമാനങ്ങൾ, 10 ഹെലികോപ്റ്ററുകൾ എന്നിവ വഹിക്കും. റഷ്യൻ സാങ്കേതികവിദ്യയാണ് കരുത്ത്. വിവിധ ഡെക്കുകളിലായി 2,400 കമ്പാർട്ട്മെൻറ്റുകൾ, 1,850 എണ്ണം താമസത്തിനും ഓഫീസ് ആവശ്യങ്ങൾക്കും യുദ്ധതന്ത്ര പ്രധാനമായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ളവ ഉപകരണങ്ങളും മറ്റും ശേഖരിക്കാൻ വേണ്ടിയാണ്. വിമാനങ്ങൾ പറന്നുയരുവാൻ വേണ്ടി 203 മീറ്ററിൻ്റെയും 141 മീറ്ററിൻ്റെയും 2 റൺവേകളുണ്ട്. വിമാനങ്ങൾ പറന്നിറങ്ങാൻ 190 മീറ്ററിൻ്റെ മൂന്നാമത്തെ റൺവേ ഉപയോഗിക്കും. ഇതിൽ 3 അറസ്റ്റിംഗ് ഉപകരണങ്ങളുണ്ട്. ചെറിയ റൺവേയിൽ ഇറങ്ങുന്ന വിമാനത്തിൻ്റെ വേഗം കുറച്ച് വിമാനത്തെ റൺവേയിൽ തന്നെ പിടിച്ചു നിർത്താനാണിത്. പറന്നുയരാനുള്ള റൺവേയിൽ ഓരോ റിസ്ട്രെയിനിങ് ഉപകരണങ്ങളുണ്ട്. ചെറിയ ദൂരത്തിൽ പറന്നുയരുന്ന വിമാനത്തിൻ്റെ ആവേഗം പരമാവധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അറസ്റ്റിംഗ് റിസ്ട്രെയിനിങ് ഉപകരണങ്ങൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. കപ്പലിന് ഊർജ്ജം നൽകുന്ന ഗ്യാസ് ടർബൈനുകൾ US നിന്ന് ഇറക്കുമതി ചെയ്തതാണെങ്കിലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് യോജിപ്പിച്ചത്. പൊതു സ്വകാര്യ മേഖലയിലെ വലുതും ചെറുതുമായ 200ഓളം ഇന്ത്യൻ കമ്പനികളാണ് പദ്ധതിയുമായി ഇതുവരെ സഹകരിച്ചത്. വരും മാസങ്ങളിൽ കപ്പലിൻ്റെ കടൽ പരീക്ഷണങ്ങൾക്കും തുടക്കമാകും. കൊച്ചി തുറമുഖത്ത് കഴിഞ്ഞ 20-ന് കപ്പലിൻ്റെ ബേസിക് പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയതോടെയാണ് കടൽ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നത്. കമ്മീഷൻ പൂർത്തിയാകുന്നതോടെ നാവികസേനയുടെ പ്രധാന നാവിക വ്യോമ പോരാട്ടങ്ങളിലെ നിർണായക പോർമുനയാകും INS വിക്രാന്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുവാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻ ഓൾ പ്രസ് ചെയ്യുക. താങ്ക് യു.